നമസ്കാരം. പ്രധാന വാർത്തകൾ. 9ാം ക്ലാസ് വിദ്യാർത്ഥിനി ആശിർ നന്ദയുടെ ആത്മഹത്യ. അന്വേഷണത്തിൽ വീഴ്ചയാരോപിച്ച് KSU നാട്ടുകൽ പോലീസ് സ്റ്റേഷനിലേക്ക് നടത്തിയ മാർച്ചിൽ സംഘർഷം. മരണത്തിന് ഉത്തരവാദികളായവരെ പോലീസ് സംരക്ഷിക്കുന്നുവെന്ന നേതാക്കൾ. ഇനി വില്ലേജ് ഓഫീസ് കയറി ഇറങ്ങേണ്ടി വരില്ല. എല്ലാ സേവനങ്ങളും എളുപ്പത്തിൽ ലഭ്യമാവുന്ന ഡിജിറ്റൽ റവന്യൂ കാർഡിലേക്ക് കേരളം പോകുന്നതായി റവന്യൂ മന്ത്രി കെ രാജൻ. ഡിജിറ്റൽ സർവേയിൽ 4.5 ലക്ഷം ഹെക്ടർ ഭൂമി അളന്നു തിട്ടപ്പെടുത്തിയതായും മന്ത്രി. അങ്ങാടിപ്പുറം മേൽപ്പാലത്തിന് സമീപത്തെ നവീകരണ പ്രവൃത്തികൾ ദ്രുതഗതിയിൽ പുരോഗമിക്കുന്നു. ഒരാഴ്ച കഴിഞ്ഞാൽ ചെറിയ വാഹനങ്ങൾക്ക് റോഡ് തുറന്നുകൊടുക്കുമെന്ന് മഞ്ഞളാംകുഴി MLA. അങ്ങാടിപ്പുറത്തെ തിരക്ക് കുറയ്ക്കാൻ ഏഴുകണ്ണി ചീരട്ടാമണ്ണ വഴി പുതിയ റോഡിന്റെ സാധ്യത മുന്നോട്ട് വെച്ച് മലബാർ. 1 കോടി രൂപ ചെലവിൽ നവീകരിച്ച കോട്ടോപ്പാടം വേങ്ങ കണ്ടമംഗലം റോഡ് 2 മാസം തികയും മുമ്പേ തകർന്നു. പ്രതിഷേധവുമായി നാട്ടുകാർ. തകർന്ന കുലുക്കല്ലൂർ ചുണ്ടമ്പറ്റ തത്തനംപുള്ളി റോഡിലെ ചെളിവെള്ളക്കെട്ടിൽ കുളിച്ചും തുണി അലക്കിയും യുവാവിന്റെ ഒറ്റയാൾ പ്രതിഷേധം. ഷൊർണൂരിൽ വീണ്ടും കഞ്ചാവ് വേട്ട. ട്രെയിനിൽ ഒളിപ്പിച്ചു കടത്തിയ 2.5 കിലോ കഞ്ചാവ് പോലീസ് പിടികൂടി. കഞ്ചാവ് കടത്ത് തടയാൻ പരിശോധന ശക്തമാക്കുമെന്ന റെയിൽവേ സബ് ഇൻസ്പെക്ടർ. വിശദമായ വാർത്തകളിലേക്ക്. 9ാം ക്ലാസ് വിദ്യാർത്ഥിനി ആശിർ നന്ദയുടെ ആത്മഹത്യ. അന്വേഷണത്തിൽ വീഴ്ചയാരോപിച്ച് KSU നാട്ടുകൽ പോലീസ് സ്റ്റേഷനിലേക്ക് നടത്തിയ മാർച്ചിൽ സംഘർഷം. മരണത്തിന് ഉത്തരവാദികളായവരെ പോലീസ് സംരക്ഷിക്കുന്നുവെന്ന് ആരോപിച്ചായിരുന്നു മാർച്ച്. നാട്ടുകൽ അണ്ണാൻതൊടിയിൽ നിന്നാണ് പോലീസ് സ്റ്റേഷനിലേക്ക് മാർച്ച് നടത്തിയത്. സ്റ്റേഷന്റെ 100 മീറ്റർ അപ്പുറം ദേശീയപാതയ്ക്ക് കുറുകെ ബാരിക്കേഡ് വെച്ച പോലീസ് പ്രതിരോധവും ഏർപ്പെടുത്തിയിരുന്നു. മുദ്രാവാക്യം വിളിയോടെ എത്തിയ പ്രവർത്തകർ ബാരിക്കേഡ് മറികടക്കാൻ ശ്രമിച്ചത് പോലീസും പ്രവർത്തകരും തമ്മിൽ ഉന്തും തള്ളിനും ഇടയാക്കി. തുടർന്ന് കോൺഗ്രസ് വക്താവ് സന്ദീപ് വാര്യർ മാർച്ച് ഉദ്ഘാടനം ചെയ്തു. ഇങ്ങനെ അന്വേഷണത്തിൽ പണം വാങ്ങി എന്ത് നെറുകേടും ചെയ്യാൻ തയ്യാറുള്ള ക്രിമിനൽ ട്രാക്ക് റെക്കോർഡുള്ള ഉദ്യോഗസ്ഥരെ കേരള പോലീസിൽ വെച്ച് സംരക്ഷിക്കാനാണ് നിങ്ങളുടെ തീരുമാനമെങ്കിൽ ഒരു സംശയവും വേണ്ട. 6-7 മാസം കൂടി നിങ്ങൾക്ക് ഇതൊക്കെ കഴിയും. 6-7 മാസം കൂടി. അത് കഴിഞ്ഞാൽ കേരളത്തിൽ ഈ പോലീസിനെ നിലയ്ക്ക് നിർത്താൻ കഴിയുന്ന ഒരു ഭരണം ഇവിടെ വരും എന്നുള്ള കാര്യം പോലീസിനെ ഓർപ്പിക്കാൻ ആഗ്രഹിക്കാം. ഇവരെ നിലയ്ക്ക് നിർത്താൻ കഴിയുന്ന ഒരു ഭരണം കേരളത്തിൽ വരാൻ പോവുക. ഇവരെന്താ കരുതിയിട്ടുള്ളത്? ഈ ഉദ്യോഗസ്ഥൻ ഇവിടെ നിങ്ങൾ ആലോചിക്കണം. ഈ പോലീസ് സ്റ്റേഷന്റെ തൊട്ട് മുന്നിലുള്ള 3 വീടുകളിലാണ് ഈ ദിവസങ്ങളിൽ മോഷണം നടന്നത്. തൊട്ടടുത്ത് സ്ഥിരമായി മോഷണം നടക്കുകയാണ്. പോലീസ് സ്റ്റേഷന്റെ തൊട്ടടുത്തുള്ള വീടുകളിൽ, പള്ളിയിലൊക്കെ മോഷണം നടക്കുന്നു, മോഷണ ശ്രമം നടക്കുന്നു. ഈ പോലീസിനെ കൊണ്ട് തടയാൻ പറ്റുന്നില്ല. അങ്ങേയറ്റം ജനവിരുദ്ധമായ നടപടികളിലൂടെ മുന്നോട്ട് പോകുന്ന ഒരു സർക്കിൾ ഇൻസ്പെക്ടർ ഈ കേസ് അന്വേഷിച്ചാൽ ഈ കേസിന്റെ ഭാവി എന്താകുമെന്നുള്ള കാര്യത്തിൽ ഞങ്ങൾക്ക് ആശങ്കയുണ്ട്. അത് അയാളുടെ ട്രാക്ക് റെക്കോർഡ് കാരണമാണ്. എത്രയോ തവണ കോടതികളിൽ നിന്ന് മജിസ്ട്രേറ്റുമാർ ഇയാളുടെ കടലാസ് ഉള്ള എഴുത്ത് ശരിയല്ല എന്നുള്ളതിന്റെ പേരിൽ ഇയാളെ ശാസിച്ചിട്ടുണ്ട്. നിങ്ങളതെടുത്ത് പരിശോധിക്കണം. ഉദ്ഘാടനത്തിന് ശേഷം പ്രവർത്തകർ ഒന്നടങ്കം ബാരിക്കേഡിന് മുകളിൽ കയറാനും തള്ളിമറിക്കാനും ശ്രമിച്ചു. ദേശീയപാതയിൽ കുത്തിയിരുന്ന് മുദ്രാവാക്യം വിളിച്ച പ്രവർത്തകരെ പോലീസ് അറസ്റ്റ് ചെയ്ത് നീക്കിയതാണ് പ്രകോപനത്തിന് ഇടയാക്കിയത്. പോലീസ് വാഹനത്തിന് മുന്നിൽ നിന്നും മാറാതെ പ്രവർത്തകർ മുദ്രാവാക്യം വിളിച്ചു. സന്ദീപ് വാര്യറും ഇവർക്കൊപ്പം ഉണ്ടായിരുന്നു.
ഏറെ നേരം ഇത് സ്ഥലത്ത് സംഘർഷാവസ്ഥ സൃഷ്ടിച്ചു. അരമണിക്കൂറോളം ദേശീയപാതയിൽ ഗതാഗതവും തടസ്സപ്പെട്ടു. സ്ഥിരമായി വില്ലേജ് ഓഫീസുകളിൽ നിന്നും സർട്ടിഫിക്കറ്റുകൾ വാങ്ങേണ്ടതില്ലാത്ത വിധത്തിൽ ഡിജിറ്റൽ റവന്യൂ കാർഡിലേക്ക് കേരളം പോകുന്നതായി റവന്യൂ മന്ത്രി കെ രാജൻ. അനങ്ങനടി സ്മാർട്ട് വില്ലേജ് ഓഫീസ് കെട്ടിടം ഓൺലൈനായി ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു മന്ത്രി. കേരളത്തിന്റെ ചരിത്രത്തിൽ ആദ്യമായി ഡിജിറ്റൽ സർവേയിൽ 4 ലക്ഷം ഹെക്ടർ അളന്നു തിട്ടപ്പെടുത്തിയതായും മന്ത്രി പറഞ്ഞു. കേരളത്തിലെ റവന്യൂ വകുപ്പിന്റെ നേതൃത്വത്തിൽ എല്ലാവർക്കും ഭൂമി, എല്ലാ ഭൂമിക്കും രേഖ, എല്ലാ സേവനങ്ങളും സ്മാർട്ട് എന്ന മുഖമുദ്രാവാക്യത്തോടെ കേരളത്തിൽ നടത്തിയിട്ടുള്ള പ്രവർത്തനങ്ങൾ കൂടുതൽ വ്യാപകമാകുന്ന ഒരു ഘട്ടമാണിത്. ഇന്ന് 600ഓളം വില്ലേജ് ഓഫീസുകൾ സ്മാർട്ടായി മാറുന്ന അത്ഭുതകരമായിട്ടുള്ള മാറ്റത്തിലേക്ക് കേരളത്തിൻ്റെ റവന്യൂ മേഖലയാകെ മാറുകയാണ്. എല്ലാവർക്കും ഭൂമി, എല്ലാ ഭൂമിക്കും രേഖ, എല്ലാ സേവനങ്ങളും സ്മാർട്ട് എന്ന മുഖമുദ്രാവാക്യത്തോടു കൂടി കേരളത്തിലെ റവന്യൂ വകുപ്പ് നടത്തിക്കൊണ്ടിരിക്കുന്ന പ്രവർത്തനങ്ങളിൽ ഏറ്റവും ശ്രദ്ധേയമായിരുന്നു കേരളത്തിൽ എല്ലാവർക്കും ഭൂമിയുടെ ഉടമസ്ഥരാക്കുക എന്ന ലക്ഷ്യം വെച്ചുകൊണ്ട് ആരംഭിച്ച പട്ടയ മിഷൻ. കേരളത്തിൽ നിലവിൽ ഇവിടെ MLAയുടെ നേതൃത്വത്തിൽ നടത്തിയതുപോലെ 140 നിയോജക മണ്ഡലങ്ങളിലും MLAമാർ അധ്യക്ഷന്മാരായി പഞ്ചായത്ത് മെമ്പർമാർ വരെയുള്ള മുഴുവൻ അംഗങ്ങളെയും ജനപ്രതിനിധികളെയും വിളിച്ചു ചേർത്തുകൊണ്ട് പട്ടയ അസംബ്ലികൾ നടത്തി അവിടെ ഓരോ പ്രദേശത്തെയും ഇനി കൊടുക്കാനുള്ള വ്യക്തിപരമോ കൂട്ടോ ആയ പട്ടയങ്ങളുടെ എണ്ണമെടുത്ത് ആ പട്ടയം വിതരണം ചെയ്യുന്നതിലുള്ള തടസ്സമെന്ത് എന്ന് പരിശോധിച്ച് ജില്ലയിലോ താലൂക്കിലോ തീരാത്ത പ്രശ്നങ്ങളാണെങ്കിൽ സംസ്ഥാന ഗവൺമെൻറ്റിൻ്റെ പട്ടയ ഡാഷ്ബോർഡിൽ ഉൾപ്പെടുത്തി ആ പ്രശ്നങ്ങൾ പരിഹരിക്കുന്ന വിധത്തിൽ ശ്രദ്ധേയമായ ഒരു ഇടപെടൽ പട്ടയ മിഷൻ എന്ന ആശയം കൊണ്ട് നടപ്പിലാക്കുകയുണ്ടായി. പട്ടയ അസംബ്ലി ഇതിൻ്റെ ഭാഗമായി രൂപീകരിച്ചതാണ്. ജനപ്രതിനിധികളുടെ പങ്കാളിത്തം കൊണ്ട് സമ്പന്നമായിട്ടുള്ള പട്ടയ അസംബ്ലികൾ. അവിടെ ഉയർന്നു വരുന്ന പ്രശ്നങ്ങൾ പരിഹരിക്കാൻ 5 തലത്തിലുള്ള സർക്കാർ വേദികളുണ്ടാക്കി പട്ടയ ഡാഷ്ബോർഡിൽ വന്ന പ്രശ്നങ്ങൾ പൂർണ്ണമായിട്ടും അദാലത്തുകളിലൂടെ പരിഹരിച്ച് കേരളത്തിൽ ഈ 4 വർഷക്കാലം കൊണ്ട് 2,23,000-ലേറെ പട്ടയങ്ങൾ ഇതിനകം വിതരണം ചെയ്യാൻ സാധ്യമായിട്ടുണ്ട്. 45 ലക്ഷം രൂപ ചിലവഴിച്ചാണ് സ്മാർട്ട് വില്ലേജ് കെട്ടിട നിർമ്മാണം പൂർത്തീകരിച്ചത്. വാടക കെട്ടിടത്തിൽ 1-ാം നിലയിലായിരുന്നു വില്ലേജ് ഓഫീസിന്റെ പ്രവർത്തനം. പ്രായമായവരടക്കം ഏറെ പ്രയാസപ്പെട്ടാണ് വില്ലേജ് ഓഫീസിൽ എത്തിയിരുന്നത്. പുതിയ കെട്ടിടം വന്നതോടെ ഇതിന് പരിഹാരമായി. പരിപാടിയിൽ അധ്യക്ഷനായ പി മമ്മിക്കുട്ടി MLA റിബൺ കട്ട് ചെയ്ത് ഫലകം അനാച്ഛാദനം ചെയ്തു. സബ് കളക്ടർ ഡോക്ടർ മിഥുൻ പ്രേംരാജ്, ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ശോഭന രാജേന്ദ്ര പ്രസാദ്, അനങ്ങനടി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് C ചന്ദ്രൻ, ജില്ലാ പഞ്ചായത്ത് അംഗം C അബ്ദുൽ ഖാദർ, ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് KP അനിത, സ്ഥിരം സമിതി അധ്യക്ഷരായ CP ശശി, K റഫീഖ്, CP വനജ, ബ്ലോക്ക് പഞ്ചായത്ത് അംഗം PK ശൈലജ, വിവിധ രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികളും പരിപാടിയിൽ പങ്കെടുത്ത് സംസാരിച്ചു. കോഴിക്കോട് പാലക്കാട് ദേശീയപാതയിൽ അങ്ങാടിപ്പുറം മേൽപ്പാലത്തിന് സമീപത്തെ നവീകരണ പ്രവൃത്തികൾ ദ്രുതഗതിയിൽ പുരോഗമിക്കുന്നു. ഗതാഗതം പൂർണ്ണമായും നിരോധിച്ചാണ് പ്രവൃത്തികൾ നടത്തിവരുന്നത്. നിർമ്മാണ പ്രവൃത്തികൾ വേഗത്തിൽ പൂർത്തിയാക്കി മേൽപ്പാലം ഗതാഗതത്തിന് തുറന്നു കൊടുക്കുമെന്ന് മഞ്ഞളാംകുഴിയിലെ MLA പറഞ്ഞു. കോഴിക്കോട് പാലക്കാട് ദേശീയപാതയിൽ അങ്ങാടിപ്പുറം മേൽപ്പാലത്തിന് സമീപം നവീകരണ പ്രവൃത്തികൾ പുരോഗമിക്കുകയാണ്. ഇവിടുത്തെ വെള്ളക്കെട്ട് ഒഴിവാക്കുന്നതിനും റോഡിന്റെ തകർന്ന ഭാഗം ഗതാഗതയോഗ്യമാക്കുന്നതിനും ഇന്റർലോക്ക് കട്ടകൾ പതിക്കുന്ന പ്രവൃത്തികളാണ് നടന്നുവരുന്നത്. മഞ്ഞളാംകുഴി അലി MLA സ്ഥലത്തെത്തി നിർമ്മാണ പ്രവൃത്തികൾ വിലയിരുത്തി. ജൂലൈ 5 വരെ മേൽപ്പാലവും റോഡും പൂർണ്ണമായും അടച്ചിട്ടുണ്ട്. നവീകരണ പ്രവൃത്തികൾ സമയബന്ധിതമായി പൂർത്തിയാക്കുമെന്നും ഒരാഴ്ച കഴിഞ്ഞാൽ ചെറിയ വാഹനങ്ങൾക്ക് റോഡ് തുറന്നു കൊടുക്കുമെന്നും മഞ്ഞളാംകുഴി അലി MLA പറഞ്ഞു. നവീകരിച്ച ഭാഗം കൂടുതൽ ബലപ്പെടുത്തുന്നതിന് 11 വരെ ഇതുവഴി വലിയ വാഹനങ്ങൾ അനുവദിക്കില്ല. കൂടി അനുവദിക്കുന്നതാണ് 4 വീലേഴ്സ്.
4 ചക്രമുള്ള വാഹനങ്ങൾ ഇതിൽ അനുവദിക്കും. പിന്നെ അതിൽ മറ്റുള്ള വലിയ ഹെവി വാഹനങ്ങൾക്ക് ഒരാഴ്ച കൂടി സമയം ആവശ്യപ്പെടും. കാരണം ഇവിടെ തന്നെ കോൺക്രീറ്റ് ചെയ്യുന്നുണ്ട്. ആ കോൺക്രീറ്റ് ഒന്ന് സെറ്റ് ആവണമെന്നുണ്ടെങ്കിൽ അതിന് പിന്നെ സമയമെടുക്കും. അപ്പോൾ അതിൻ്റെ അടിസ്ഥാനത്തിൽ പിന്നെ ഒരാഴ്ച കൂടി അതിന് വേണ്ടിയാണ് സമയം ചോദിച്ചത്. 4 വീലേഴ്സ് ചെറിയ വാഹനങ്ങളൊക്കെ തന്നെ പിന്നെ അടുത്ത ഞായറാഴ്ച ഒരു സംശയമില്ല, പേടിക്കേണ്ട. നമ്മുടെ മേൽപ്പാലത്തിനും അൽപ്പക്കുളത്തിനും ഇടയിലെ 70 മീറ്റർ വരുന്ന ഭാഗമാണ് ഇന്റർലോക്ക് കട്ടകൾ പതിച്ച് നവീകരിക്കുന്നത്. കട്ടകൾ പതിക്കുന്നതോടൊപ്പം റോഡിന്റെ ഇരുവശങ്ങളിലും ചെറിയ കോൺക്രീറ്റ് ഭിത്തികൾ നിർമ്മിച്ച് ബലപ്പെടുത്തും. അടഞ്ഞുകിടക്കുന്ന അഴുക്കുചാലിലെ തടസ്സങ്ങളും നീക്കും. അതേസമയം ഇവിടുത്തെ നവീകരണ പ്രവൃത്തികൾക്കും MLAക്കുമെതിരെ വലിയ വിമർശനങ്ങളാണ് ഉയർന്നത്. വിമർശനങ്ങൾ ഉണ്ടാകുമ്പോൾ താൽപ്പര്യം കൂടുമെന്നും എല്ലാ വിമർശനങ്ങളെയും എതിർപ്പുകളെയും സ്വാഗതം ചെയ്യുന്നുവെന്നും MLA പറഞ്ഞു. വിമർശനം ഞാൻ സ്വാഗതം ചെയ്യുന്നു. ഉണ്ടാവുള്ളൂ വിമർശനം ഉണ്ടാവുള്ളത് എനിക്കും കുറച്ച് താല്പര്യം കൂടുക. നമുക്കൊരു വാശി തരുന്നു. നമുക്ക് പിന്നെ കൃത്യമായിട്ട് കാര്യങ്ങൾ കുറച്ചുകൂടി വളരെ സ്പീഡായിട്ട് മുന്നോട്ട് കൊണ്ടുപോകും. വിമർശനങ്ങൾ ഉണ്ടാകട്ടെ. അത് വിമർശനങ്ങൾ ഇപ്പോൾ പാലം വന്നപ്പോൾ ആ കാലഘട്ടങ്ങളിൽ എന്തിനാണ് പാലം എന്ന് ചോദിച്ചിരുന്ന ആൾക്കാരുണ്ടായിരുന്നല്ലോ. 18 പ്രാവശ്യം ഈ ഗേറ്റ് അടക്കുക. 1, 2 പ്രാവശ്യമല്ല, 18 പ്രാവശ്യം. നിങ്ങൾ നോക്കണം, നമ്മുടെ പട്ടിക്കാട് അവിടെ നിന്ന് ഗേറ്റ് അടച്ചിട്ടുണ്ടെങ്കിൽ എന്താണ് അവിടുത്തെ സ്ഥിതി. അപ്പൊ അതേ രീതിയിൽ വെറുതെ പറഞ്ഞുകൊണ്ടിട്ട് കാര്യമില്ല. വിമർശനങ്ങൾ ഉണ്ടാവട്ടെ, നമ്മൾ സ്വാഗതം ചെയ്യുന്നു. നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകണം. ട്രാഫിക് ഇങ്ങനെ ഓരോരോ ദിവസവും വാഹനങ്ങൾ തന്നെ കൂടി വരിക. അങ്ങാടിപ്പുറം ഏഴുകണ്ണിയിൽ റെയിൽവേ അടിപ്പാത വന്നാൽ ചീരട്ടമണ്ണ വഴി പെരിന്തൽമണ്ണ നഗരത്തിലെ മാനത്തുമംഗലം ബൈപ്പാസ് റോഡിനെ ബന്ധിപ്പിച്ചുകൊണ്ട് പുതിയ റോഡിന് സാധ്യതയേറുന്നു. അങ്ങാടിപ്പുറത്തെയും പെരിന്തൽമണ്ണയിലെയും ഗതാഗത കുരുക്കിന് പരിഹാരമായി നിർദ്ദേശിച്ച ഒരാടംപാലം മാനത്തുമംഗലം ബൈപ്പാസ് റോഡ് അനന്തമായി നീളുന്ന സാഹചര്യത്തിലാണ് ഈ റോഡിൻ്റെ സാധ്യത വർദ്ധിപ്പിക്കുന്നത്. ഈ റോഡിൻ്റെ സാധ്യതകൾ സംബന്ധിച്ച മലബാർ ന്യൂസ് തയ്യാറാക്കിയ അന്വേഷണ റിപ്പോർട്ട് ഇനി കാണാം. പെരിന്തൽമണ്ണയായിട്ടും അങ്ങാടിപ്പുറത്ത് പോകണമെന്നുണ്ടെങ്കിലൊക്കെ ഇതല്ലാതെ വേറെ വഴിയില്ലല്ലോ. അപ്പോൾ ഈ അണ്ടർപാസ് എത്രയും ക്ലിയർ ആക്കിയിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ അങ്ങാടിപ്പുറം ബ്ലോക്ക് ചെയ്ത ടൈമിലാണെന്നുണ്ടെങ്കിൽ ഇത് റോഡ് എന്തെങ്കിലും ശരിയാക്കുകയും ചെയ്തിരുന്നെങ്കിൽ നാട്ടുകാർക്ക് സുഖമായിട്ട്, അല്ലെങ്കിൽ അങ്ങാടിപ്പുറത്തുള്ള ചെറുവണ്ടികൾക്ക് പോകാനായാലും സൗകര്യമായിരുന്നു. അണ്ടർപാസ് വന്നിട്ടുണ്ടെങ്കിൽ ഇങ്ങനെ ശരിക്കും എല്ലാ വണ്ടികൾക്കും പെരുന്തൽമണ്ണക്ക് ശരിക്കും പോവാം. പിന്നെ അങ്ങാടിപ്പുറത്തെ ബ്ലോക്കും കമ്മിയാവും. ഇതിനടുത്താണ് അണ്ടർപാസ് വരിക. ഇക്കുറി വന്നാൽ പെരുന്തൽമണ്ണക്ക് എളുപ്പമായിട്ട് എത്താം. അങ്ങാടിപ്പുറം പട്ടിക്കാട് റെയിൽവേ സ്റ്റേഷനുകൾക്കിടയിൽ ചാത്തനല്ലൂർ ഏഴുകണ്ണി പാലത്തിന് സമീപം അടിപ്പാതയ്ക്ക് റെയിൽവേയുടെ അനുമതി ലഭിച്ചിട്ടുണ്ട്. മഞ്ഞളാംകുഴി അലി MLAയുടെ ഫണ്ടിൽ നിന്നും 1 കോടി രൂപയും അങ്ങാടിപ്പുറം ഗ്രാമപഞ്ചായത്ത് 50 ലക്ഷം രൂപയും അടിപ്പാതയുടെ നിർമ്മാണത്തിനായി അനുവദിച്ചിട്ടുണ്ട്. റെയിൽവേ അടിപ്പാത നിർമ്മിക്കാൻ 1 കോടി രൂപ കൂടി കണ്ടെത്തണം. അടിപ്പാത യാഥാർത്ഥ്യമായാൽ ഏഴുകണ്ണിയിൽ നിന്നും ചീരട്ടമണ്ണ വഴി പെരിന്തൽമണ്ണ മാനത്തുമംഗലം ബൈപ്പാസിലേക്ക് റോഡ് ബന്ധിപ്പിക്കാൻ സാധിക്കും. വൻ തുക വേണ്ടിവരുന്ന ഓരാടംപാലം മാനത്തുമംഗലം ബൈപ്പാസ് റോഡ് അനന്തമായി നീളുന്നതിനാൽ ഈ റോഡിന് സാധ്യത വർദ്ധിക്കുകയാണ്. നവീകരണ പ്രവൃത്തികൾക്ക് അങ്ങാടിപ്പുറത്ത് റോഡ് പൂർണ്ണമായും അടച്ചപ്പോൾ ഇരുചക്രവാഹനക്കാർ ഈ റോഡാണ് ഉപയോഗിക്കുന്നത്. അങ്ങാടിപ്പുറം പഞ്ചായത്തിൻ്റെ 8ാം വാർഡിൽ വരുന്ന ഭാഗത്താണ് ഏഴുകണ്ണിപ്പാലം. തൊട്ടടുത്ത പെരിന്തൽമണ്ണ നഗരസഭയുടെ 1ാം വാർഡിൽപ്പെടുന്ന ഭാഗമാണ്. റെയിൽവേ അടിപ്പാത വരുമെന്ന പ്രതീക്ഷയിൽ ഇതിനോട് ചേർന്ന വ്യക്തികൾ റോഡിന് സ്ഥലം വിട്ടു നൽകി. അണ്ടർപാസിൻ്റെ സൗകര്യത്തിന് വേണ്ടി നമുക്ക് ചേറ്റുവണ്ണ റോഡിനായിട്ട് ബന്ധിപ്പിക്കാൻ വേണ്ടിയിട്ട് ഇവിടെ സ്ഥലം വിട്ടുകൊടുത്താണ്. ഇവിടെ 10 അടി വീതിയിൽ 20 മീറ്റർ കൊടുത്തിട്ടുണ്ട്. അപ്പുറത്ത് വേറെ പാർട്ടീൻ്റെ ഒരു റിതു ഹോട്ടൽ ഗോപി, പിന്നെ തവളയങ്ങൾ ഉമ്മർ, അവരുടെ ഒരു 6 അടി വീതി 50 മീറ്റർ ഉണ്ട്. നമ്മൾ തന്നെ ഒരു 4 അടി വീതി ഉണ്ട്. പിന്നെ ഇപ്പുറത്ത് നമ്മളെ റെസിഡൻസ് അസോസിയേഷൻ, ചാത്തന്നൂർ റെസിഡൻസ് അസോസിയേഷൻ, അവർ നന്നായിട്ട് സഹായിച്ചിട്ടുണ്ട്. പിന്നെ നമ്മുടെ നാട്ടുകാരും സഹായിച്ചിട്ടാണ് ഇപ്പോൾ ഈ റോഡ് ഇങ്ങനെ ആക്കിയിട്ടുള്ളത്. ഇനി ബാക്കിയും കൂടി ആൾക്കാരൊക്കെ സഹകരിച്ചിട്ട് റോഡ് ശരിയാക്കി കൊടുക്കണം. പിന്നെ ഇപ്പം ഇന്നലെ ആണ് നമ്മളിവിടെ ഈ ചളിയായത് കാരണം ഇവിടെ കംപ്ലീറ്റ് ബോളറൊക്കെ നിരത്തിയത്. അത് കരീം സാറായിരുന്നു അതിൻ്റെ കാര്യങ്ങളൊക്കെ ചെയ്തത്. അപ്പോൾ ഇനി എല്ലാവരും മുന്നോട്ട് വന്നിട്ട് ഇവിടെ കംപ്ലീറ്റ് വണ്ടികൾ പോകാനുള്ളത് കൂടെ. അപ്പോൾ എല്ലാവരും നാട്ടുകാരെല്ലാവരും സഹകരിച്ചിട്ട് എല്ലാ കാര്യങ്ങളും ചെയ്യണമെന്ന് ഇങ്ങനെ വന്ന് ന്യൂസ് വന്നപ്പോൾ. ചെളിക്കുളമായ ഈ ഭാഗത്ത് ചാത്തനല്ലൂർ റെസിഡൻഷ്യൽ അസോസിയേഷൻ്റെ നേതൃത്വത്തിൽ ക്വാറി വേസ്റ്റ് നിക്ഷേപിച്ചിരുന്നു. എന്നാൽ റോഡ് വീണ്ടും പഴയ സ്ഥിതിയായി. ചീരട്ടമണ്ണ റോഡിൽ ചെന്നു ചേരുന്ന ഈ ശിവക്ഷേത്രം റോഡിലാണ് ഏറ്റവും വീതി കുറവ്. ഇവിടെ കൂടുതൽ സ്ഥലം ഏറ്റെടുക്കേണ്ടി വരും. നിലവിലെ റോഡ് വീതി കൂട്ടി നിർമ്മിക്കുകയാണെങ്കിൽ ഏറെ സൗകര്യപ്പെടുമെന്ന് നഗരസഭാ കൗൺസിലർ കൃഷ്ണപ്രിയ പറഞ്ഞു. പിന്നെ അണ്ടർപാസ് വരുന്നതോടുകൂടി നിലവിൽ ഇപ്പോൾ ഉള്ള റോഡ് ഒന്നും കൂടി വീതി കൂട്ടി കഴിഞ്ഞു കഴിഞ്ഞാൽ ജനങ്ങൾക്ക് എല്ലാവർക്കും നല്ല സൗകര്യപ്രദമായിട്ടുള്ള ഒരു റോഡാണ് നമ്മുടെ പഞ്ചായത്തും മുനിസിപ്പാലിറ്റിയും കൂടി ബന്ധിപ്പിക്കുന്നത്. അത് പഞ്ചായത്തിലെ 8ാം വാർഡും മുനിസിപ്പാലിറ്റിയിലെ 1ാം വാർഡ് കൂടിയാണ് ബന്ധിപ്പിക്കേണ്ടതുള്ളത്.
പിന്നെ ആശുപത്രി ഒരുപാട് ജനങ്ങൾക്ക് എന്താ വെച്ചാൽ രോഗികൾ ആയിട്ടുള്ളവർക്കൊക്കെ പെട്ടെന്ന് ഒരു ആശുപത്രിയിലേക്ക് പോകണമെന്നുണ്ടെങ്കിലൊക്കെ ഏറ്റവും ഫലപ്രദമായിട്ടുള്ളൊരു ഭാഗം കൂടിയാണ് ഈ ഒരു ഭാഗം. അപ്പം അത് പിന്നെ വീതി കൂട്ടിയിട്ടും കൂടി കിട്ടുകയാണെന്ന് വെച്ചാൽ എല്ലാവർക്കും സൗകര്യപ്രദമായിട്ട്. ഓരാടംപാലം വലമ്പൂർ റോഡിൽ ആൽക്കമണ്ണയിൽ നിന്നും ഏറാന്തോടിലൂടെ ഏഴുകണ്ണി പാലത്തിലെത്താം. അങ്ങാടിപ്പുറം തരകൻ സ്കൂളിന് സമീപം മേൽപ്പാലത്തിന് താഴത്തെ റോഡിലൂടെ ഏറാന്തോടിലെത്തിയും ഈ റോഡിലേക്ക് ചെന്നെത്താൻ സാധിക്കും. ചീരട്ടമണ്ണ പ്രാഥമികാരോഗ്യ കേന്ദ്രത്തിന് മുന്നിലൂടെ അൽഷിഫ മാനത്തുമംഗലം ബൈപ്പാസ് റോഡിലാണ് റോഡ് ചെന്നെത്തുന്നത്. റെയിൽവേ അടിപ്പാത കൊണ്ടുവരികയും റോഡുകൾ വീതി കൂട്ടി നിർമ്മിക്കുകയും ചെയ്താൽ ചെറുവാഹനങ്ങൾക്ക് ഇതുവഴി പോകാൻ സൗകര്യമാകും. ഇത് അങ്ങാടിപ്പുറത്തെ ഗതാഗതക്കുരുക്കിന് ഒരു പരിധിവരെ പരിഹാരമാകുമെന്നാണ് പ്രതീക്ഷിക്കപ്പെടുന്നത്. പെരിന്തൽമണ്ണയുമായി ബന്ധിപ്പിക്കുന്ന സമയത്തുണ്ടാകുന്ന കൂടുതൽ വളവുകളും തിരിവുകളും ഒക്കെ തന്നെ ഒഴിവാക്കി നേരിട്ട് ഒരു പാസേജ് ആയി മാറുകയാണെങ്കിൽ അത് കുറെ കൂടി യാത്രക്കാർക്ക് വാഹനങ്ങൾക്ക് സൗകര്യപ്രദമായി പെരിന്തൽമണ്ണയിലെത്താൻ സഹായകമാകും, ഗതാഗതക്കുരുക്കില്ലാതെ എന്നാണ് അഭിപ്രായം. ഫണ്ടിൻ്റെ അപര്യാപ്തതയും സാമ്പത്തിക പ്രതിസന്ധിയും കാരണം നഗരസഭ ഈ റോഡിന് ഫണ്ട് അനുവദിച്ചിട്ടില്ല. ബന്ധപ്പെട്ട ജനപ്രതിനിധികളും അധികാരികളും മുന്നിട്ടിറങ്ങിയാൽ ഈ റോഡ് യാഥാർത്ഥ്യമാക്കാൻ സാധിക്കും. ന്യൂസ് ബ്യൂറോ, പെരിന്തൽമണ്ണ. ഷൊർണൂരിൽ വീണ്ടും കഞ്ചാവ് വേട്ട. മംഗലാപുരം താമ്പരം എക്സ്പ്രസിൽ നിന്ന് 2.5 കിലോയിലധികം കഞ്ചാവ് പിടികൂടി. ചൊവ്വാഴ്ച ഉച്ചയ്ക്ക് 12:30 ഷൊർണൂർ റെയിൽവേ സ്റ്റേഷനിലെ 4 നമ്പർ പ്ലാറ്റ്ഫോമിലെത്തിയ മംഗലാപുരം താമ്പരം എക്സ്പ്രസിൽ ബാഗിൽ ഒളിപ്പിച്ച് കടത്തുകയായിരുന്ന കഞ്ചാവാണ് പിടികൂടിയത്. 2.66 കിലോഗ്രാം വരുന്ന കഞ്ചാവാണ് കണ്ടെത്തിയത്. പാലക്കാട് റെയിൽവേ ഡാൻസ് ഓഫ് ടീമിൻ്റെയും RPFിൻ്റെയും ഷൊർണൂർ റെയിൽവേ പോലീസിൻ്റെയും നേതൃത്വത്തിലാണ് പരിശോധന നടത്തിയത്. സമൂഹത്തിലേക്ക് എത്തുന്ന ലഹരി മരുന്നിനെ തടയിടുക എന്ന ലക്ഷ്യത്തോടു കൂടി പരിശോധന തുടരുമെന്ന് റെയിൽവേ SI അനിൽ മാത്യു പറഞ്ഞു. ഏകദേശം 1 മാസത്തോളമായിട്ട് ട്രെയിനിൽ കഞ്ചാവ് കടത്ത് ഇഷ്ടംപോലെ വർദ്ധിക്കുന്നതായിട്ട് മനസ്സിലാക്കിയതിൻ്റെ അടിസ്ഥാനത്തിൽ പാലക്കാട് റെയിൽവേ പോലീസിൻ്റെ ഡാൻസ് അപ്പ് ടീമും RPFിൻ്റെ CIP ടീമും ഷൊർണൂർ റെയിൽവേ പോലീസും ചേർന്നുള്ള പരിശോധനയിൽ ഇന്ന് താമ്പരത്ത് നിന്ന് മംഗലാപുരം പോകുന്ന ട്രെയിനിൽ ഇന്ന് ഉച്ചയ്ക്ക് 2.5 കിലോളം കഞ്ചാവ് കണ്ടെടുക്കുകയുണ്ടായി. അപ്പോൾ ഓരോ ദിവസവും ഇത് കണ്ടമാനം വർദ്ധിച്ചു വരുന്നതിൻ്റെ അടിസ്ഥാനത്തിൽ ഇത് സമൂഹത്തിലേക്ക് എത്തിക്കഴിഞ്ഞാൽ ഇത്രയും ചെറിയൊരു ക്വാണ്ടിറ്റി ആയാലും അത് സമൂഹത്തിൽ എത്തുന്നതിന് തടയിടാനായിട്ട് ശ്രമമാണ് ഞങ്ങൾ നടത്തുന്നത്. പ്രതി പലപ്പോഴും ആ വണ്ടിക്കകത്ത് ഒളിച്ചിരിക്കാറാണ് പതിവ് നമ്മുടെ മുമ്പിൽ പ്രത്യക്ഷപ്പെടാനുള്ളത്. ആ ബാഗ് ആരാന്ന് ചോദിച്ചാൽ ആരാണ് റെസ്പോണ്ട് ചെയ്യാനുള്ളത്. അതാണ് നമുക്ക് പ്രതികളിലേക്ക് എത്താനുള്ളത്. പക്ഷെ നമ്മൾ മാക്സിമം പ്രതിനെ പിടിക്കാൻ വേണ്ടി നോക്കുന്നുണ്ട്. എന്തെങ്കിലും സൂചന കിട്ടിയാൽ നോക്കും. ഇടവേള. ₹1 കോടി ചിലവിൽ നവീകരിച്ച റോഡിൽ 2 മാസം തികയും മുമ്പേ കുഴികൾ. കൊട്ടപ്പാടം വേങ്ങ കണ്ടമംഗലം റോഡാണ് തകർന്നത്. കുഴികൾ കരാറുകാരൻ കഴിഞ്ഞ ദിവസം അടച്ചെങ്കിലും പ്രതിഷേധവുമായി നാട്ടുകാർ രംഗത്ത് വന്നു. തോട്ടപ്പായ റോഡ് ഇതായി അമ്പായക്കോടിന് മുട്ടിന് ഈ തലക്ക കണ്ടോളുണ്ട്. ഒരു വണ്ടി പോയിൻ്റെ കോലട്ടുള്ളത് റോഡ് പൊളിഞ്ഞിക്കണ കണ്ടോളി. ഇത്തരത്തിലുള്ള ഉഡായിപ്പ് റോഡ് പണി എടുക്കുകയാണെങ്കിൽ എടുക്കാതിരിക്കുക നല്ലത്. എന്തിനാ ജനങ്ങളെ കബളിപ്പിച്ചിട്ട് ഇങ്ങനത്തെ റോഡ് പണി എന്താ ആവശ്യത്തിന് എടുക്കണേ? മെമ്പറിനെ വിളിച്ചപ്പോൾ മെമ്പർ സൈഡ് ഞങ്ങൾ കോൺക്രീറ്റ് ചെയ്യുമല്ല കോറി വേസ്റ്റ് ഇടുന്നൊക്കെ പറഞ്ഞത്. ഒരു ഇതുപോലെ ഒരു വണ്ടി പോയിൻ്റെ കോലാണ് പോയി കാണുന്നത്. റോഡ് പണി എടുത്താണ് കണ്ടില്ലേ? കയ്യോട്ട് റോഡിന്റെ കോല കയ്യോട്ട് പറിച്ച വരെ പോകുന്നുണ്ട്. പെരയിൽ എൻ്റെ അമ്മ ഇന്ന് രാവിലെ പുട്ടും കൂടി ഇതിനെ കാട്ടി ഉസാറായിട്ട് കുഴച്ച് ഉണ്ടാക്കി തന്നേന്. എന്ത് റോഡത്? നമ്മളെ റോഡാണിത്. റോഡ് പണി കഴിഞ്ഞിട്ട് ഒരാഴ്ച ആയിട്ടില്ല. ഇതാ കംപ്ലീറ്റ് പോയിക്കണു കണ്ടോളി. ഇതാ കോൺക്രീറ്റ് അടക്കം പൊട്ടിപ്പോന്നു. കോൺക്രീറ്റ് ഏറെക്കാലത്തെ കാത്തിരിപ്പിനും പ്രതിഷേധങ്ങൾക്കും ശേഷമാണ് കോട്ടപ്പാടം വേങ്ങ കണ്ടമംഗലം റോഡ് നവീകരിച്ചത്. 2023-24 ബജറ്റിൽ ഉൾപ്പെടുത്തി ₹1 കോടി ചെലവിലാണ് നവീകരണം പൂർത്തിയാക്കിയത്. തുക അനുവദിച്ച 1 വർഷത്തെ കാത്തിരിപ്പിനൊടുവിൽ 2025 ജനുവരി 13-നാണ് നവീകരണം ആരംഭിച്ചത്. മെയ് 10-ന് നവീകരണം പൂർത്തിയാക്കുകയും ചെയ്തു. എന്നാൽ കഴിഞ്ഞ ദിവസം കാവിൻപടി മുതൽ ചർച്ച് വരെയുള്ള ഭാഗങ്ങളിൽ പലയിടത്തായി അടർന്നു പോകുന്ന നിലയിലാണ്. ചവിട്ടിയാൽ താഴ്ന്നു പോകുന്നുമുണ്ട്. ടാർ അടർന്നു പോകുന്ന ഭാഗങ്ങൾ കരാറുകാരൻ അടച്ചു. വർഷങ്ങളോളം തകർന്ന റോഡിലൂടെ യാത്ര ചെയ്ത് മടുത്ത നാട്ടുകാർക്ക് പുതിയ റോഡ് ലഭിച്ചതിൽ ഏറെ സന്തോഷത്തിലായിരുന്നു.
എന്നാൽ സന്തോഷത്തിന് 2 മാസം മാത്രം ആയുസ് നൽകി കാലാവധി തികയും മുമ്പ് റോഡ് തകർന്നത് നാട്ടുകാരെ നിരാശയിലാക്കി. നവീകരണത്തിലെ ക്രമക്കേടാണ് തകർച്ചയ്ക്ക് കാരണമെന്നാണ് നാട്ടുകാരുടെ ആരോപണം. ഇതിനെതിരെ ജനകീയ പ്രക്ഷോഭം നടത്തുമെന്നും പ്രദേശവാസി പറഞ്ഞു. മഹാകവി ഒളപ്പമണ്ണ റോഡാണിത്. ഇതിന് 1 കോടി രൂപ തദ്ദേശ സ്വയംഭരണ വകുപ്പിൽ MLA മുഖേന പാസ്സാക്കിയ ഫണ്ടാണ്. വേറെ കാലത്തിൻ്റെ കാത്തിരിപ്പിന് ശേഷം ഉണ്ടായ റോഡാണ്. ഈ റോഡ് വർക്ക് ചെയ്ത 1 മാസങ്ങൾക്ക് മുമ്പ് തന്നെ പൊളിഞ്ഞു. ജനങ്ങൾ വളരെയധികം ആശ്രയിക്കുന്ന, പൊതുജനങ്ങളൊക്കെ പഞ്ചായത്തിലേക്കും മറ്റു സ്കൂളിലേക്കും പോകാൻ ആശ്രയിക്കുന്നു. ഈ പഞ്ചായത്തിലെ ഏറ്റവും കാലപ്പഴക്കം ചെന്ന റോഡാണ്. അപ്പോൾ ഇത് കരാറുകാരൻ ഇതിൽ അഴിമതി നടത്തിയതിനാണ് ഞങ്ങൾ ആരോപിക്കുന്നത്. അതിനകത്ത് ആവശ്യമായ മെറ്റീരിയൽ ഉപയോഗിക്കാതെ തന്നെ പണി നടത്തിയത് കൊണ്ടാണ് ഇത് പൊളിഞ്ഞത്. അപ്പോൾ അതുകൊണ്ട് അത് ജനകീയമായ പ്രക്ഷോഭം, ജനങ്ങൾ ഇതിനെതിരെ ശക്തമായ പ്രക്ഷോഭം ഉണ്ടാക്കും എന്നുള്ള കാര്യത്തിൽ തർക്കമല്ല. തകർന്ന റോഡിലെ ചളിവെള്ളക്കെട്ടിൽ ഇറങ്ങി കുളിച്ചും തുണി അലക്കിയും യുവാവിന്റെ പ്രതിഷേധം. കുലുക്കല്ലൂർ പപ്പടപ്പടി സ്വദേശി സുബൈറാണ് റോഡിന്റെ തകർച്ചയിൽ ഒറ്റയാൾ പ്രതിഷേധവുമായി രംഗത്തിറങ്ങിയത്. കുലുക്കല്ലൂർ പഞ്ചായത്തിലെ 4, 5, 6, 16 വാർഡുകളിലൂടെ കടന്നുപോകുന്ന ചുണ്ടമ്പറ്റ പപ്പടപ്പടി തത്തനംപുള്ളി റോഡിന്റെ ശോചനീയാവസ്ഥയ്ക്കെതിരെയായിരുന്നു യുവാവിന്റെ ഒറ്റയാൾ സമരം. വലിയ കുഴികളാണ് റോഡിൽ രൂപപ്പെട്ടിരിക്കുന്നത്. മഴ പെയ്താൽ ഈ കുഴികളിൽ വെള്ളം നിറയും. രാത്രികാലങ്ങളിൽ ഇതിലൂടെ വരുന്നവർ കുഴിയിലകപ്പെട്ടുള്ള അപകടങ്ങളും പതിവാണ്. 2.5 കിലോമീറ്ററോളം വരുന്ന പാതയാണ് പാടെ തകർന്നു കിടക്കുന്നത്. പപ്പടപ്പടി സ്വദേശി സുബൈറാണ് തകർന്ന റോഡിലെ ചെളിവെള്ളക്കെട്ടിൽ ഇറങ്ങി കുളിച്ചും തുണി അലക്കിയുമെല്ലാം പ്രതിഷേധം അറിയിച്ചത്. നാട്ടുകാരും സമരത്തിന് പിന്തുണയുമായി എത്തി. ഒക്കെ ഉണ്ടാക്കി തന്നിരിക്കണത് അപ്പുറത്താണ്. ഇവിടുന്ന് തുണി കുപ്പായ എടുത്തിട്ട് ഞങ്ങൾ നടക്കും. അപ്പുറത്ത് പോയി കുളി കഴിഞ്ഞ് ബസ്സിന് കയറി പോകും. അങ്ങനെയാണ് ഞങ്ങളെ പരിപാടി. സ്ഥിരമുള്ള പരിപാടിയാണ്. മഴക്കാലമായി കഴിഞ്ഞാൽ 2 കൊല്ലമായിട്ട് ഞങ്ങളെ സ്ഥിരം പരിപാടി തന്നെയാണ്. ഇവിടുന്ന് ഡ്രസ്സ് മാറി പോയി കഴിഞ്ഞാൽ അങ്ങോട്ട് എത്തുമ്പോഴത്തേന് കാളൂട്ടുകണ്ടത്തിൽ പോയ മാതിരിക്കാരം. അപ്പൊ ഞങ്ങൾ അപ്പുറത്ത് പോയിട്ട് അപ്പുറത്ത് വലിയൊരു തോടും പുഴയും ഉണ്ടാക്കി തന്നിട്ടുണ്ട്. അപ്പൊ അതിൽ പോയിട്ട് കുളിച്ചിട്ട് അപ്പുറത്തേക്ക് പോകും. റോഡ് നവീകരണത്തിന് പ്രധാനമന്ത്രി ഗ്രാമീൺ സഡക് യോജന പദ്ധതി പ്രകാരം ഫണ്ട് അനുവദിക്കുകയും കഴിഞ്ഞ നവംബറിൽ ഇതിന്റെ നിർമ്മാണോദ്ഘാടനം നടന്നതുമാണ്. എന്നാൽ പ്രവൃത്തികൾ ഇതുവരെയും തുടങ്ങാനായിട്ടില്ല. മണ്ണാർക്കാട് അലനല്ലൂർ റോഡിന്റെ ശോചനീയാവസ്ഥ പരിഹരിക്കണമെന്നാവശ്യപ്പെട്ട് BJP കുമരമ്പത്തൂർ പയ്യനടം കമ്മിറ്റികളുടെ ആഭിമുഖ്യത്തിൽ സമരം നടത്തി. BJP മണ്ണാർക്കാട് മണ്ഡലം പ്രസിഡന്റ് ബിജു നെല്ലമ്പാനി ഉദ്ഘാടനം നിർവഹിച്ചു. കഴിഞ്ഞ ദിവസം കുഴിയിൽ വീണ് തടിലോറി മറിഞ്ഞ കുമരമ്പത്തൂർ ചുങ്കം AUP സ്കൂളിന് മുൻവശത്തായിരുന്നു പ്രതിഷേധം. മണ്ണാർക്കാട് MLA N. ഷംസുദ്ദീൻ നിയോജകമണ്ഡലത്തിലെ റോഡുകളുടെ ശോചനീയാവസ്ഥ പരിഹരിക്കുന്നതിൽ പരാജയമാണെന്ന് ഉദ്ഘാടനം നിർവഹിച്ച മണ്ണാർക്കാട് മണ്ഡലം പ്രസിഡന്റ് ബിജു നെല്ലമ്പാനി പറഞ്ഞു. നമുക്കറിയാം, ഈ റോഡ് വളരെ കാലമായിട്ട് പൊളിഞ്ഞു കിടക്കുന്ന ഒരവസ്ഥയാണുള്ളത്. MLA 15 വർഷമായിട്ട് ഇവിടെ MLA ആയിരിക്കുന്ന N. ഷംസുദ്ദീൻ അവർകൾ അദ്ദേഹം തിരിഞ്ഞു നോക്കുന്നില്ല എന്നാണ് ഞങ്ങൾക്ക് പറയാനുള്ളത്. ഈ റോഡിൻ്റെ അവസ്ഥ ഇന്നും ഇന്നലെയുമല്ല. എത്രയോ അപകടങ്ങളുണ്ടായി. ഇന്നലെയും ഒരു അപകടമുണ്ടായി. ഒരു ലോറി ഇവിടെ മറിയുന്ന ഒരു സ്ഥിതി ഉണ്ടായി. 2 അടിയോളം താഴ്ചയുള്ള ഗർത്തങ്ങളാണ് ഈ റോഡിൽ രൂപപ്പെട്ടിട്ടുള്ളത്. ഇത്രയും ശോചനീയാവസ്ഥയുണ്ടായിട്ടും MLAയോ സർക്കാരോ ഇതിന് തിരിഞ്ഞു നോക്കുന്നില്ല എന്നതാണ് വളരെ ശോചനീയമായ ഒരു കാര്യമുള്ളത്. BJP വളരെയധികം പ്രതിഷേധിക്കുന്നു ഈ വിഷയത്തിൽ. BJP മണ്ഡലം ജനറൽ സെക്രട്ടറി TA സുധീഷ്, ജനറൽ സെക്രട്ടറി TP സുരേഷ് കുമാർ, മണ്ഡലം മുൻ ജനറൽ സെക്രട്ടറി C. ഹരിദാസൻ, ജില്ലാ കമ്മിറ്റി അംഗം MB രവീന്ദ്രൻ, പയ്യനടം ഏരിയ സെക്രട്ടറി അജിത് കുമാർ, വൈസ് പ്രസിഡന്റ് സുരേഷ് ബാബു, കോട്ടപ്പാടം ഏരിയ പ്രസിഡന്റ് K. രതീഷ്, കൃഷ്ണകുമാരി എന്നിവർ പ്രസംഗിച്ചു. കരിമ്പുഴ ഗ്രാമപഞ്ചായത്തിൽ അംഗൻവാടി വർക്കർമാരുടെ സെലക്ഷൻ ലിസ്റ്റിൽ വ്യാപകമായ ക്രമക്കേടുകളും തിരിമറികളും നടന്നതായി CPM ആരോപണം. ഒരു മാനദണ്ഡവും പാലിക്കാതെ ലിസ്റ്റിലെ പേരുകളിൽ ഭൂരിഭാഗവും UDF-കാരെ കുത്തിനിറച്ചിരിക്കുകയാണെന്ന് CPM പഞ്ചായത്ത് കമ്മിറ്റി സെക്രട്ടറി M. മോഹനൻ പറഞ്ഞു. യൂത്ത് ലീഗ് നേതാവിന്റെ വീട്ടിലെ അംഗങ്ങളാണ് പട്ടികയിലെ ആദ്യ പേരുകാരിൽ ഏറെയും. മുൻപരിചയമുള്ളവർ, അംഗൻവാടിക്ക് വേണ്ടി സ്ഥലം അനുവദിച്ചവർ തുടങ്ങി പരിഗണിക്കേണ്ട അർഹതാ മാനദണ്ഡങ്ങളാകെ കാറ്റിൽ പറത്തിയാണ് ലിസ്റ്റ് തയ്യാറാക്കിയിട്ടുള്ളത്. ഇത് അന്വേഷിച്ച് പട്ടിക അട്ടിമറിച്ചവർക്കെതിരെയും അതിന് കൂട്ടുനിന്ന ഉദ്യോഗസ്ഥർക്കെതിരെയും ശക്തമായ നടപടി കൈക്കൊള്ളണമെന്നും CPM പഞ്ചായത്ത് കമ്മിറ്റി സെക്രട്ടറി M. മോഹനൻ ആവശ്യപ്പെട്ടു. അർഹതയുള്ളവരെ ഉൾപ്പെടുത്തി പുതിയ പട്ടിക തയ്യാറാക്കണമെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടു. ലിസ്റ്റിലെ ആദ്യത്തെ കുറച്ച് പേരെയാണ് ഇപ്പോൾ നിയമിക്കാൻ വേണ്ടി പോകുന്നത്. അങ്ങനെ വന്നിട്ടുള്ള ലിസ്റ്റിൽ മഹാഭൂരിഭാഗവും UDF-ൻ്റെ ആളുകളെ കുത്തി നിറച്ചിട്ടുള്ള ഒരു ലിസ്റ്റാണ് ഇപ്പോൾ പുറത്തു വന്നിട്ടുള്ളത്. അതിൽ തന്നെ ആദ്യത്തെ പേരുകാരിൽ ഏറെയും ഇൻ്റർവ്യൂ ബോർഡിലുണ്ടായിരുന്ന ലീഗ് നേതാവിൻ്റെ വീട്ടുകാരാണ്. യഥാർത്ഥത്തിൽ ഈ അംഗൻവാടി വർക്കർ തസ്തികയിലേക്ക് പരിഗണിക്കുന്നതിന് വേണ്ടിയുള്ള ഇൻ്റർവ്യൂ തയ്യാറാക്കുന്ന അവസരത്തിൽ തന്നെ അർഹതാ മാനദണ്ഡങ്ങൾ നിശ്ചയിച്ചിരുന്നതാണ്. ആ അർഹതാ മാനദണ്ഡങ്ങൾ എല്ലാം ലംഘിക്കപ്പെട്ട ഒരു സ്ഥിതിയാണ് ഈ ലിസ്റ്റിൽ ഉള്ളത്. വ്യാപകമായിട്ടുള്ള അട്ടിമറിയും
തിരിമറിയും ക്രമക്കേടുകളും നിറഞ്ഞിട്ടുള്ള ലിസ്റ്റാണ്. ഇതിനെതിരെ കടുത്ത പ്രതിഷേധം CPIM രേഖപ്പെടുത്തുകയാണ്. യഥാർത്ഥത്തിൽ അർഹതയ്ക്കനുസരിച്ച് ആളുകളെ വർക്കർ തസ്തികയിൽ നിയമിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ശക്തമായിട്ടുള്ള പോരാട്ടത്തിന് CPIM നേതൃത്വം കൊടുക്കും, ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി നേതൃത്വം കൊടുക്കും എന്ന കാര്യത്തിലും ഒരു സംശയമില്ല. കേരള സ്റ്റേറ്റ് സർവീസ് പെൻഷനേഴ്സ് അസോസിയേഷൻ ഒറ്റപ്പാലം നിയോജക മണ്ഡലം കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ ശ്രീകൃഷ്ണപുരം സബ് ട്രഷറിക്ക് മുന്നിൽ പ്രതിഷേധ പ്രകടനവും ധർണയും നടത്തി. ജില്ലാ പ്രസിഡന്റ് K. ബാലകൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു. സംസ്ഥാന സർവീസ് പെൻഷൻകാരുടെ പെൻഷൻ പരിഷ്കരിക്കേണ്ട 2024 ജൂലൈ 1 പിന്നിട്ട് വർഷം 1 കഴിഞ്ഞിട്ടും പെൻഷൻ പരിഷ്കരണ കമ്മീഷനെ നിയമിക്കാനോ പരിഷ്കരണ നടപടികൾ ആരംഭിക്കുവാനോ തയ്യാറാകാത്ത സർക്കാർ നിലപാടിൽ പ്രതിഷേധിച്ച് സംസ്ഥാന വ്യാപകമായി നടത്തുന്ന സമരത്തിന്റെ ഭാഗമായാണ് ശ്രീകൃഷ്ണപുരം സബ് ട്രഷറിക്ക് മുന്നിലും പ്രകടനവും ധർണയും നടത്തിയത്. നമുക്ക് പറയാനുള്ളത് 9 വർഷക്കാലമായി ഇടതുപക്ഷ സർക്കാർ ഈ പെൻഷൻകാർക്ക് ഒരു ആനുകൂല്യവും തന്നെ തന്നിട്ടില്ല എന്നുള്ളതാണ്. അതാണ് സത്യം. 2024 ജൂലൈ 1 നിശ്ചയമായും സംസ്ഥാന സർവീസ് പെൻഷൻകാർക്ക് പെൻഷൻ പരിഷ്കരണം ലഭിക്കേണ്ടതാണ്. കൊല്ലം 1 കഴിഞ്ഞു, പെൻഷൻ പരിഷ്കരണം ലഭിച്ചിട്ടില്ല. നിയോജക മണ്ഡലം വൈസ് പ്രസിഡന്റ് O. ഗോപാലകൃഷ്ണൻ അധ്യക്ഷത വഹിച്ചു. DCC സെക്രട്ടറി ഓമന ഉണ്ണി, UDF ഒറ്റപ്പാലം നിയോജക മണ്ഡലം ചെയർമാൻ P. ഗിരീശൻ, VD മണികണ്ഠൻ, VK വാസുദേവൻ, K. ഉണ്ണികൃഷ്ണൻ, A. ജ്ഞാനാംബിക, K. ശ്രീകുമാർ, V. ഉണ്ണികൃഷ്ണൻ, VT തങ്കവേലു, PV ശശിധരൻ, ഉണ്ണി കരിമ്പുഴ തുടങ്ങിയവർ സംസാരിച്ചു. ഒരു ഇടവേള കൂടി. വാർത്തകൾ തുടരുന്നു. ശ്രീകൃഷ്ണപുരം പഞ്ചായത്തിലെ പെരിങ്കല്ലം തൊടി കാരക്കാട് റോഡിന്റെ ശുചിയാവസ്ഥയിൽ പ്രതിഷേധം ശക്തം. ഗ്രാമപഞ്ചായത്തിന് മുന്നിൽ കുത്തിയിരിപ്പ് സമരത്തിലൊരുങ്ങി നാട്ടുകാർ. ശ്രീകൃഷ്ണപുരം പഞ്ചായത്തിലെ 1-ാം വാർഡിൽ പെരിങ്കല്ലം തൊടി കാരക്കാട് റോഡ് ശോച്യാവസ്ഥയിൽ കിടക്കാൻ തുടങ്ങിയിട്ട് വർഷങ്ങളായി. മഴക്കാലമായതോടെ വാഹനങ്ങൾക്ക് ഇതുവഴി പോകാൻ പറ്റാത്ത അവസ്ഥയാണ്. 5 കുടുംബങ്ങളാണ് ഈ റോഡിനെ ആശ്രയിക്കുന്നത്. 250 മീറ്ററിലധികമുള്ള റോഡിന്റെ 100 മീറ്ററോളം കോൺക്രീറ്റ് ചെയ്യുവാൻ ബാക്കിയുണ്ട്. ഇവിടെയാണ് പ്രശ്നം. നടന്നു പോകാനുള്ള ഒരു വഴി സാഹചര്യം ഇല്ല, സൗകര്യമില്ല. വീട്ടിലേക്ക് പഞ്ചായത്തിന്റെ അവകാശം പറഞ്ഞ ഒരു പഞ്ചായത്തിന്റെ ചുമതല എന്ന് പറഞ്ഞാൽ ഒരു വീട്ടിലേക്കുള്ള സഞ്ചാരങ്ങൾ, ഭക്ഷണങ്ങൾ, അതൊക്കെയാണ്. ഒരു സഞ്ചാരയോഗ്യത ഇല്ലാത്ത ഒരു വഴി അത് ഒന്നും ശരിയാക്കുന്നില്ല. നികുതി കാര്യങ്ങളെല്ലാം കറക്റ്റായിട്ട് സമയത്ത് വിളിക്കും, ആൾക്ക് മാറി മാറി വിളിക്കും, നികുതിയും എല്ലാം വിളിച്ച് ചോദിക്കും. ഒരു സൗകര്യം നടക്കാനോ ഒരു വണ്ടി കൊണ്ടുപോകാനോ സ്കൂളിലേക്ക് പോകാനോ കുട്ടികൾക്കൊന്നും സ്കൂളിൽ കൊണ്ടുപോകാനോ ഒന്നും സൗകര്യം നടക്കുന്നില്ല. ഇനി ഇതിൻ്റെ പ്രതിഷേധം എന്ന നിലയ്ക്ക് എല്ലാവരും വീട്ടിലെ കുടുംബം എല്ലാവരും കുട്ടികളും ഫാമിലി എല്ലാവരും പഞ്ചായത്തിന് മുമ്പിൽ പോയിരിക്കുക, നടപടി ഉണ്ടാക്കുന്നവർക്ക്. അതാണ് റോഡിനോട് അവഗണന തുടർന്നാൽ പഞ്ചായത്ത് ഓഫീസിന് മുന്നിൽ കുത്തിയിരിപ്പ് സമരം നടത്തുമെന്ന് നാട്ടുകാർ പറഞ്ഞു. ഫണ്ടില്ല എന്ന് പറഞ്ഞുകൊണ്ട് ഇരിക്കുകയാണ്. ഈ ശ്രീകൃഷ്ണപുരം പഞ്ചായത്തിൽ കോടിക്കണക്കിന് രൂപ തനത് ഫണ്ട് ഉണ്ടായിട്ടും ഇത്തരം ഒരു ഗ്രാമീണ റോഡുകളിലേക്ക് ഫണ്ട് വയ്ക്കാതിരിക്കുന്നത് പഞ്ചായത്തിൻ്റെ അനാസ്ഥയാണ്, പഞ്ചായത്തിൻ്റെ കെടുകാര്യസ്ഥതയാണ്. ഇതിലൊരു കെടുകാര്യസ്ഥത എന്നുള്ള ചൂണ്ടിക്കാണിക്കാൻ കാരണം 14-ാം വാർഡിൽ സ്കൂൾ ഗ്രൗണ്ടിൻ്റെ അവിടെ ഒരു റോഡുണ്ട്. കഴിഞ്ഞ പ്രാവശ്യം നിങ്ങൾ തന്നെ അത് വീഡിയോ എടുത്താണ്. ആ റോഡിന് ഒരു കേടുപാടുകളും ഇല്ലാത്ത റോഡിനെ കുത്തിപ്പൊളിച്ച് ആ കട്ടകളെല്ലാം മാറ്റി പുതിയ കട്ടകൾ വിരിച്ച് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റിൻ്റെ വീടിൻ്റെ അവിടേക്ക് റോഡ് ഉണ്ടാക്കിയിരിക്കുകയാണ്. അതിൻ്റെ ഒരു പകുതി ഫണ്ടെങ്കിലും വെച്ചിട്ടുണ്ടെങ്കിൽ ഈ റോഡ് ഈ അവസ്ഥയിലാവില്ലായിരുന്നു. അത് ഇനിയെങ്കിലും ഇതിനൊരു നടപടി ഉണ്ടായിട്ടില്ലെങ്കിൽ പഞ്ചായത്തിലേക്ക് ഞങ്ങൾ സമരപരിപാടിയായിട്ട് പോകും എന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കവും വേണ്ട. ലക്കിടിപ്പേരൂർ അകലൂരിൽ 7 ലിറ്റർ ചാരായവുമായി യുവാവ് പിടിയിൽ. അടങ്കൽപ്പറമ്പിൽ 31-കാരനായ സജയ് കുമാറിനെയാണ് ഒറ്റപ്പാലം റേഞ്ച് എക്സൈസ് പിടികൂടിയത്. ചൊവ്വാഴ്ച രാവിലെ 10:40ഓടെയാണ് ഇയാളെ പിടികൂടിയത്. കന്നാസിൽ ചാരായം നിറച്ച് ചാക്കിലാക്കി നടന്നു പോകുന്നതിനിടെ ഒറ്റപ്പാലം റേഞ്ച് എക്സൈസ് ഇൻസ്പെക്ടർ ഗ്രേഡ് N. പ്രേമാനന്ദകുമാറും പാർട്ടിയും ചേർന്ന് സഞ്ജയ് കുമാറിനെ പിടികൂടുകയായിരുന്നു. കഴിഞ്ഞ ദിവസം സമീപ പ്രദേശങ്ങളിൽ നിന്നും എക്സൈസ് സംഘം വാഷ് പിടികൂടിയിരുന്നു. ഇതിനെ തുടർന്നുണ്ടായ അന്വേഷണത്തിനൊടുവിലാണ് സജയ് കുമാറിനെ ചാരായവുമായി പിടികൂടിയതെന്ന് എക്സൈസ് അറിയിച്ചു. 1.5 വർഷം മുമ്പ് 2 ലിറ്റർ ചാരായവുമായി ഇയാളെ പിടികൂടിയിരുന്നു. കോടതിയിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്തു. അസിസ്റ്റന്റ് എക്സൈസ് ഇൻസ്പെക്ടർ ഗ്രേഡ് CV രാജേഷ് കുമാർ, പ്രിവന്റീവ് ഓഫീസർ ഗ്രേഡ് പ്രേംകുമാർ,
പ്രദീപ് കുമാർ, സിവിൽ എക്സൈസ് ഓഫീസർ ശ്രീജിത്ത്, വുമൺ സിവിൽ എക്സൈസ് ഓഫീസർ സ്മിത എന്നിവർ പരിശോധനയിൽ പങ്കെടുത്തു. കൊപ്പം ഗവൺമെന്റ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിൽ വിജയോത്സവം സംഘടിപ്പിച്ചു. മുഹമ്മദ് മുഹസിൻ MLA പരിപാടി ഉദ്ഘാടനം ചെയ്തു. 2024-2025 വർഷത്തിൽ ഹൈസ്കൂൾ, ഹയർ സെക്കൻഡറി, VHSC, NMMS, MTSC വിഭാഗങ്ങളിൽ ഉന്നത വിജയം നേടിയ വിദ്യാർത്ഥികളെയാണ് അനുമോദിച്ചത്. നമ്മുടെ പല സ്കൂളുകളും, നമ്മുടെ നരിപ്പറമ്പ് സ്കൂള് ഇതേപോലെ 945 കുട്ടികളാണ്. ഒരൊറ്റ കെട്ടിടത്തിൽ പ്രശ്നം പരിഹരിച്ചു തോന്നുന്നു. അങ്ങനെ അവിടെ 1 കോടിയുടെ കെട്ടിടം വന്നു, പൂർത്തീകരിച്ചു, സന്തോഷം. അതോടൊപ്പം നമ്മുടെ വിളയൂര് 1 കോടി രൂപയുടെ കെട്ടിടം പൂർത്തീകരിച്ചു, സന്തോഷം. 5 കോടിയാണ് ജനതാ സ്കൂളിൽ അനുവദിച്ചിരുന്നത് ആദ്യ ഘട്ടത്തിൽ, അത് പൂർത്തീകരിച്ചു. അതുപോലെ വാടനാംകുശി ഞാൻ പഠിച്ച സ്കൂളാണ്, അവിടെയും 3 കോടിയുടെ ഒരു കെട്ടിടം പൂർത്തീകരിച്ചു. ഇതെല്ലാം കഴിഞ്ഞ് വളരെ സന്തോഷം എന്ന് പറയുമ്പോൾ അടുത്ത വർഷം ആവുമ്പോഴേക്ക് പുതിയ കുട്ടികളുടെ എണ്ണം വർദ്ധിച്ചു. കാരണം പൊതുവിദ്യാലയങ്ങൾ മെച്ചപ്പെട്ടു, ആളുകൾക്ക് പൊതുവിദ്യാലയങ്ങളിലേക്ക് കൂടുതൽ കുട്ടികളെ പറഞ്ഞയക്കാനുള്ള ഒരു കോൺഫിഡൻസ് വന്നതിന്റെ ഭാഗമായി കൂടുതൽ ആളുകൾ വരാൻ തുടങ്ങി. അപ്പൊ നരിപ്പറമ്പിൽ 1500-ലധികം കുട്ടികളായി. പാലക്കാട് ജില്ലാ പഞ്ചായത്ത് ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ A. ഷാബിറ അധ്യക്ഷയായി. പട്ടാമ്പി ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ഗീതാ മണികണ്ഠൻ, കൊപ്പം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് T. ഉണ്ണികൃഷ്ണൻ എന്നിവർ മുഖ്യാതിഥികളായി. ജില്ലാ പഞ്ചായത്ത് മെമ്പർ കമ്പക്കുട്ടി എടത്തോൾ, കൊപ്പം ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് K. ബീന, PTA പ്രസിഡന്റ് T. കൃഷ്ണകുമാർ, SMC ചെയർമാൻ T. K. സാജിദ്, PTA വൈസ് പ്രസിഡന്റ് T. K. അബ്ദുൾ ഷുക്കൂർ, ഹെഡ്മാസ്റ്റർ P. മുഹമ്മദ് ഇക്ബാൽ, VHSC പ്രിൻസിപ്പൽ T. ഷാജി, NP ഷാഹുൽ ഹമീദ്, KP അബ്ദുൽ നാസർ, ഹയർ സെക്കൻഡറി പ്രിൻസിപ്പൽ B. സുരേഷ് കുമാർ, സ്റ്റാഫ് സെക്രട്ടറി CV ദിനേശ് എന്നിവർ സംസാരിച്ചു. മുഹമ്മദ് അസ്ലം വേദഷ KP, സുധീഷ് P. ജൂലൈ 1 ഡോക്ടേഴ്സ് ഡേയോടനുബന്ധിച്ച് ചെറുപ്പശ്ശേരി കവിത ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ചെറുപ്പശ്ശേരിയിലെ മുതിർന്ന ഡോക്ടർമാരായ ഡോക്ടർ ശാന്തകുമാർ, ഡോക്ടർ ഹമീദ് എന്നിവരെ ആദരിച്ചു. ചെറുപ്പശ്ശേരി ഗവൺമെന്റ് ആശുപത്രിയിൽ ഡോക്ടർമാരെയും ആദരിക്കുകയും ഇൻഡോർ പ്ലാന്റ് നൽകുകയും ചെയ്തു. പ്രധാന വാർത്തകൾ വീണ്ടും. 9ാം ക്ലാസ് വിദ്യാർത്ഥിനി ആശിർ നന്ദയുടെ ആത്മഹത്യ. അന്വേഷണത്തിൽ വീഴ്ചയാരോപിച്ച് KSU നാട്ടുകൽ പോലീസ് സ്റ്റേഷനിലേക്ക് നടത്തിയ മാർച്ചിൽ സംഘർഷം. മരണത്തിന് ഉത്തരവാദികളായവരെ പോലീസ് സംരക്ഷിക്കുന്നുവെന്ന നേതാക്കൾ. ഇനി വില്ലേജ് ഓഫീസ് കയറി ഇറങ്ങേണ്ടി വരില്ല. എല്ലാ സേവനങ്ങളും എളുപ്പത്തിൽ ലഭ്യമാവുന്ന ഡിജിറ്റൽ റവന്യൂ കാർഡിലേക്ക് കേരളം പോകുന്നതായി റവന്യൂ മന്ത്രി K. രാജൻ. ഡിജിറ്റൽ സർവേയിൽ 4.5 ലക്ഷം ഹെക്ടർ ഭൂമി അളന്നു തിട്ടപ്പെടുത്തിയതായും മന്ത്രി. അങ്ങാടിപ്പുറം മേൽപ്പാലത്തിന് സമീപത്തെ നവീകരണ പ്രവൃത്തികൾ ദ്രുതഗതിയിൽ പുരോഗമിക്കുന്നു. ഒരാഴ്ച കഴിഞ്ഞാൽ ചെറിയ വാഹനങ്ങൾക്ക് റോഡ് തുറന്നു കൊടുക്കുമെന്ന് മഞ്ഞളാംകുഴി അലി MLA. അങ്ങാടിപ്പുറത്തെ തിരക്ക് കുറയ്ക്കാൻ ഏഴുകണ്ണി ചീരട്ടാമണ്ണ വഴി പുതിയ റോഡിന്റെ സാധ്യത മുന്നോട്ട് വെച്ച് മലബാർ. 1 കോടി രൂപ ചെലവിൽ നവീകരിച്ച കോട്ടോപ്പാടം വേങ്ങ കണ്ടമംഗലം റോഡ് 2 മാസം തികയും മുമ്പേ തകർന്നു. പ്രതിഷേധവുമായി നാട്ടുകാർ. തകർന്ന കുലുക്കല്ലൂർ ചുണ്ടമ്പറ്റ തത്തനംപുള്ളി റോഡിലെ ചെളിവെള്ളക്കെട്ടിൽ കുളിച്ചും തുണി അലക്കിയും യുവാവിന്റെ ഒറ്റയാൾ പ്രതിഷേധം. ഷൊർണൂരിൽ വീണ്ടും കഞ്ചാവ് വേട്ട. ട്രെയിനിൽ ഒളിപ്പിച്ചു കടത്തിയ 2.5 കിലോ കഞ്ചാവ് പോലീസ് പിടികൂടി. കഞ്ചാവ് കടത്ത് തടയാൻ പരിശോധന ശക്തമാക്കുമെന്ന റെയിൽവേ സബ് ഇൻസ്പെക്ടർ. ഇതോടെ ഈ വാർത്താ ബുള്ളറ്റിൻ ഇവിടെ പൂർണ്ണമാവുകയാണ്. നമസ്കാരം.